വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. സഖറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷയുടെ നറുക്ക് വീണ് 16 ദൈവാലയത്തിൽ ദൈവീക ശുശ്രൂഷയ്ക്കായി കയറുന്ന സഖറിയാവിനോട് ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം മുഴങ്ങുകയാണ്. സഖറിയാവേ, നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിധത്തില് പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നില്ലെന്നോർത്ത് ഭയപ്പെടുന്നെങ്കിൽ അതിനെ മാറ്റിയിട്ട് പറ, എന്റെ ദൈവം എന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. എന്താണ്? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി ചോദിച്ചതിന് മറുപടി നീ ആഗ്രഹിച്ചതുപോലെ അല്പം വൈകിയെങ്കിലും, മനുഷ്യർ നിന്ദിച്ചെങ്കിലും, മനുഷ്യർ തെറ്റിദ്ധരിച്ചെങ്കിലും ഇല്ല, നിന്റെ ദൈവം അങ്ങനെ നിന്നെ വിട്ട് അപമാനിക്കുന്ന ഒരു ദൈവമല്ല. പകൽക്കാലം വിശ്വസിക്കട്ടെ, പ്രാർത്ഥനയുടെ ഉത്തരവായി എന്ന് പറയുവാൻ തക്കവണ്ണം അത് കാതുകളിൽ കേൾക്കുന്നത് അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ഒരു പൂർത്തീകരണമായി ദേശത്ത് നിന്ന് നടക്കുവാൻ തക്കവണ്ണം സർവശക്തൻ നമ്മെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ ജീവനുള്ളതാക്കി മാറ്റും. അല്ല, ശൂന്യതകളെ മാറ്റിക്കൊണ്ട്, നിർജീവാവസ്ഥയെ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വമേറിയ അനുഭവത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ നടത്തുവാൻ ശക്തനാകിയാൽ ആ ദൈവത്തിൽ ആശ്രയിക്കട്ടെ. വിശ്വാസത്തോടെ പറ, എന്റെ പ്രാർത്ഥനയുടെ ഉത്തരവായി ആ ശബ്ദം എന്റെ കാതുകളെ മുഴങ്ങുന്നു. അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ അത് ഞാനും പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ വീണ്ടും നമുക്ക് ആയിരിക്കാം. യഹോവയായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.